മേക്കപ്പ് ബോക്സോ? ഇത് എനിക്ക് രമ മാഡം സമ്മാനമായിട്ട് തന്ന മേക്കപ്പ് ബോക്സാ. രമാദേവി മാഡം വേലക്കാരിക്ക് എന്തിനാ ഇത്രയും വില കൂടിയ സമ്മാനം കൊടുക്കുന്നത്? ഇത് എന്നെ ഏൽപ്പിക്കാൻ പറഞ്ഞിട്ട് നിന്റെ കയ്യിൽ തന്നതായിരിക്കും. ഇത് കണ്ട് ആർത്തി മൂത്ത് നീ ഇത് തട്ടിയെടുക്കാൻ നോക്കിയതല്ലേ? അനാവശ്യം പറയരുത്. ഇത് രമ മാഡം എനിക്ക് ഗിഫ്റ്റ് ആയിട്ട് തന്നതാ. ഞാനിത് വിശ്വസിക്കില്ല. ആന്റി എനിക്ക് തന്ന ഗിഫ്റ്റാ നീ തട്ടിയെടുത്തത്. ഇത്രയും വില കൂടിയ ഒരു ഗിഫ്റ്റ് അണിയാനുള്ള യോഗ്യത നിനക്കുണ്ടോടി? വഴിയരികിലെ തെരുവ് കച്ചവടക്കാരുടെ പൗഡർ തന്നെ നിനക്ക് ധാരാളം. ഒരു വേലക്കാരിയുടെ മുഖത്തിനെ അത് മതി. ഇതേ എന്നെ പോലുള്ള ഹൈ ക്ലാസ് ലേഡീസിനെ അണിയാനുള്ളതാ. ദക്ഷേ, വെറുതെ വാശി പിടിക്കരുത്. എനിക്ക് നാടകം അവതരിപ്പിക്കാൻ സമയമായി. ഞാൻ മേക്കപ്പ് ഇടട്ടെ. നിന്റെ മുഖത്ത് നീ എന്ത് വേണമെങ്കിലും ഇട്ടോ, പക്ഷെ അത് എന്റെ മേക്കപ്പ് ബോക്സിന് പറ്റില്ല. ഇതേ എന്റേതാ. എനിക്കായിട്ട് ആന്റി ഗിഫ്റ്റ് തന്നതാ. ഇത് ഞാൻ നിന്നെ പോലുള്ള ഒരു 3rd ക്ലാസ് പെണ്ണിന് തരില്ലടി. മാറടി അങ്ങോട്ടെ, മാറ. പക്ഷെ എന്തായി കാണിക്കുന്നേ? മേക്കപ്പ് ധരിച്ചു കഴിഞ്ഞാ ഒരു പെണ്ണ് ആർട്ടിസ്റ്റ് ആവില്ല. ഒരു നടിയാവണമെങ്കിലേ മുഖത്തെ ഭാവം വരണം. കഥാപാത്രം എന്താണെന്ന് മനസ്സിലാക്കി അതിനെ ഉൾക്കൊള്ളണം. അത് ഉൾക്കൊള്ളുന്ന ഒരു പെണ്ണിനെ മേക്കപ്പിന്റെ ആവശ്യം പോലും ഇല്ല. എങ്കിൽ നീ മേക്കപ്പ് ഇല്ലാതെ സ്റ്റേജിൽ പോയി നിൽക്ക്. അപ്പൊ കാണാം കാണികളുടെ റിയാക്ഷൻ. മോളെ, മഹിയോടൊപ്പം അഭിനയിക്കാൻ നീ തയ്യാറായി കഴിഞ്ഞില്ലേ? ആന്റി എന്നെ കളിയാക്കാണോ? നീ മേക്കപ്പ് അണിഞ്ഞ് മഹിയോടൊപ്പം ഇപ്പൊ സ്റ്റേജിൽ കയറി ജൂലിയറ്റിന്റെ വേഷം അഭിനയിച്ച് തകർക്കാൻ തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയായിരിക്കുന്ന ഞാൻ കരുതിയത്. അതുകൊണ്ടായിരിക്കും ആന്റി ആ വേലക്കാരിക്ക് ഫോറിൻ മേക്കപ്പ് കിറ്റ് തന്നെ സമ്മാനിച്ചത്. അവൾക്ക് ഞാൻ എന്ത് സമ്മാനിച്ചാൽ നിനക്കെന്താ? ഞാൻ എന്നും നിന്റെ പക്ഷത്ത് തന്നെയാ. അതുകൊണ്ടല്ലേ ഞാൻ അവൾക്ക് വില കൂടിയ മേക്കപ്പ് കിറ്റ് സമ്മാനിച്ചത്. ആന്റി പറയുന്നൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല. എന്നോട് ആന്റിക്ക് അത്രയേറെ ഇഷ്ടമാണെങ്കിൽ ആന്റി എന്തിനാ പിന്നെ അവക്ക് മേക്കപ്പ് കിറ്റ് സമ്മാനിച്ചത്? എനിക്കല്ലേ ആന്റി ഇത് സമ്മാനിക്കേണ്ടത്? ഭാവി മരുമകളാകാൻ പോകുന്നത് ഞാനല്ലേ, അവളല്ലല്ലോ. അതുകൊണ്ടാണല്ലോ ഞാൻ നിനക്ക് മേക്കപ്പ് കിറ്റ് നൽകാത്തത്. തള്ളയ്ക്ക് വട്ടായെന്ന് തോന്നുന്നു. ആന്റി എനിക്ക് മനസ്സിലാവുന്ന രീതിയിൽ ഒന്ന് പറ. ഞാൻ ഇപ്പൊ തന്നെ ഇവിടെ വല്ലാത്തൊരു ടെൻഷനിലാണ്. ആന്റി എന്നെ കൂടുതൽ ടെൻഷൻ അടുപ്പിക്കാതെ കാര്യം പറ. മോളെ, ഞാൻ അവൾക്ക് സമ്മാനിച്ച ആ മേക്കപ്പ് കിറ്റിൽ നിന്നും അവൾ മേക്കപ്പ് എടുത്ത് തന്റെ മുഖത്തണിയുമ്പോഴേക്കും കാര്യങ്ങൾ മാറി മറിയും. നിനക്കറിയാമോ, ആ മേക്കപ്പ് കിറ്റിൽ ഞാൻ മാരകമായ ഒരു കെമിക്കൽ സ്പ്രേ ചെയ്തിട്ടുണ്ട്. സ്പ്രേയോ? അതെ, ആ മേക്കപ്പ് കിറ്റിൽ നിന്നും അവള് കുറച്ചെങ്കിലും എടുത്ത് അവളുടെ മുഖത്ത് പുരട്ടിക്കഴിഞ്ഞാൽ അതിലെ കെമിക്കൽ പ്രവർത്തിച്ചു തുടങ്ങും. അതോടുകൂടി അവളുടെ മുഖം നീറാനും പൊള്ളിക്കേറാനും തുടങ്ങും. പിന്നെ ഈ ജീവിതകാലം മുഴുവൻ ആ വൃത്തികെട്ട മുഖവും കൊണ്ട് അവൾ നടക്കേണ്ടി വരും. ആന്റി, ഞാൻ അവളുടെ കയ്യിൽ അത് പിടിച്ചു വാങ്ങി. എന്നിട്ടിപ്പ അത് ഞാനാ മുഖത്തിട്ടിരിക്കുന്നത്.
എനിക്ക് പേടിയാ. നിക്ക്, നിക്ക്. മുഖത്ത് പൊള്ളിയ ഭാഗത്ത് ഐസ് വെച്ച് നനയ്ക്കണം. ഒരു 5 മിനിറ്റിൽ എല്ലാം ശരിയാവും. അയ്യോ, ഉള്ളുന്ന്. നീ മേക്കപ്പ് സെറ്റ് കൊടുത്തതുകൊണ്ടല്ലേ ദക്ഷയ്ക്ക് ഈ ഗതി വന്നത്. ഓഹോ, രമാദേവി മാഡത്തിന്റെ മേക്കപ്പ് സെറ്റ് ഇട്ടപ്പോഴാ ദക്ഷയ്ക്ക് ഈ ഗതി വന്നത് അല്ലേ? അതിന് ഈ മേക്കപ്പ് സെറ്റ് രമാദേവി മാഡം ദക്ഷയ്ക്ക് കൊടുക്കാൻ തന്നു വിട്ടല്ലേ? ഇതേ ഒരു തരം അലർജിയാ. തങ്ങൾക്ക് ഇഷ്ടപ്പെടാത്ത ആൾക്കാരെ കാണുമ്പോ ചിലർക്ക് അലർജി ഉണ്ടാവില്ലേ? അതുപോലുള്ളൊരു അലർജി. വില കൂടിയ ക്രീമുകൾ ചതിക്കുന്നത് പോലെ ഈ പച്ചില മരുന്ന് ചതിക്കില്ല. ദക്ഷ ഇപ്പൊ തന്നെ പഴയതുപോലെ ആവും. ഇതിന്റെ പേരിൽ ഒരു പ്രശ്നവും വരാൻ പോകുന്നില്ല. ദക്ഷയുടെ ചൊറിച്ചില് തീരും. ഇതാ കല്യാണി നിനക്ക് തന്ന പണിയാ. അവളുടെ കയ്യിൽ നിന്നും ഈ മേക്കപ്പ് സെറ്റ് വാങ്ങിയതിന്റെ പക തീർത്തതാ അവള്.